ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ബ്രെഡ് കോൺസിന്റെ റെസിപ്പി ആട്ടെ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അതിന്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണിന്റെ അടുത്ത് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ അൺസാൾട്ടഡ് ബട്ടർ ആയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ വെളുത്തുള്ളിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഇല്ലെങ്കിൽ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ആ വെളുത്തുള്ളി ഈ ബട്ടറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു ചെറിയ ഉള്ളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലുപ്പം ഉള്ളതാണെങ്കിൽ ഒരു ഉള്ളിന്റെ പകുതി മതി. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഈ ഒരു രീതിയിൽ നീളത്തിൽ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കാപ്സിക്കം ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതങ്ങനെ ഓവറായിട്ട് വാട്ടിയെടുക്കൊന്നും വേണ്ട. ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം പെട്ടെന്ന് തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുത്തതാണ്. ചെറുതായിട്ട് കട്ടാക്കിയിട്ടാണ് ചിക്കൻ എടുത്തത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കോണ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ കൂടി പോകണ്ട, 1/4 ടീസ്പൂൺ അങ്ങനെ മതി. എന്നിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മോസറല്ല ചീസ് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ മോസറല്ല ചീസ് അല്ല കേട്ടോ, ഞാനിപ്പോൾ ചീസിന്റെ സ്ലൈസാണ് ചേർക്കുന്നത്. അപ്പോൾ അതിന് പകരം മോസറല്ല ചീസ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ ഒരു സ്ലൈസ് ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ആ ഒരു ചെറിയ ചൂടിക്കിടന്നിട്ട് അങ്ങ് മെൽറ്റായി വന്നോളൂ. ചീസും കൂടി ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനിതാ ഇത് നമുക്കൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ നമ്മൾ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡിന്റെ 4 സൈഡ് ഒന്ന് കട്ടാക്കി എടുത്തിന്. ഇനിതാ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൈദന്റെ ഒരു മിക്സും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മൈദപ്പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ആ ഒരു മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിതാ നമുക്ക് ബ്രെഡ് ഈ ഒരു രീതിയിലൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഈ ബ്രെഡ് ഒരു കോൺ ഷേപ്പിലായിട്ടൊന്ന് മടക്കി കൊടുക്കാം. നമ്മൾ ഐസ്ക്രീമിന്റെ എല്ലാം കോൺ പോലെ ആ ഒരു രീതിയിൽ ഒന്നിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ബാലൻസ് വരുന്ന ആ ഒരു പോർഷന് മൈദന്റെ മിക്സ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ മൈദന്റെ മിക്സ് വെച്ചിട്ട് ഒട്ടിച്ച ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം. ഫില്ലിങ് അങ്ങനെ വല്ലാണ്ട് കുത്തി നിറച്ചിട്ടുണ്ട, പിന്നെ ഇത് നമുക്ക് പൊട്ടിപ്പോകും പെട്ടെന്ന്. അപ്പോൾ ഫില്ലിങ് നമ്മുടെ ബ്രെഡിന് കണക്കായിട്ടുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന ബ്രെഡിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് അത് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാ ഫില്ലിങ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ആ ഒരു അറ്റത്തായിട്ട് മൈദന്റെ മിക്സ് ഒന്നുകൂടി ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം.
അപ്പൊ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ ബാക്കിയെല്ലാം ചെയ്തെടുക്കട്ടെ. ഇനിതാ ഇത് നമുക്കൊന്ന് മുട്ടയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിതാ 2 മുട്ട എടുത്തിട്ടുണ്ട്, ബ്രെഡ് ക്രംസ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത ആ കോണെല്ലാം ഇതിലിട്ടിട്ട് മുട്ടേന്റെ മിക്സിയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വല്ലാണ്ട് കുറേ നേരം അങ്ങനെ മുട്ടേന്റെ മിക്സിയിൽ ഇട്ട് വെക്കണ്ട, കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങ് നനവ് ഭയങ്കരമായിട്ട് തട്ടിപ്പോവും. അപ്പൊ പിന്നെ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ അങ്ങനെ കിട്ടൂല, അത് വല്ലാണ്ട് അങ്ങ് നനഞ്ഞു വന്നാല്. അപ്പം മുട്ടന്റെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് വേഗം എടുത്തിട്ട് തന്നെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നല്ലോണം തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഇതാ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിന്, ബാക്കിയെല്ലാം ഞാൻ ചെയ്തെടുക്കട്ടെ. അപ്പൊ ഇതാ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിതാ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഞാനിതാ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായ ശേഷം നമ്മൾ റെഡിയാക്കി എടുത്ത ആ കോണെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന പാൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എത്ര ഇടാൻ പറ്റാന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ഇട്ടിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം, ഹൈ ഫ്ലെയിമിൽ വേണ്ട, ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. ഒരു സൈഡിൽ ആയിക്കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നമുക്കൊന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കാം. അപ്പൊ നമ്മളെ ബ്രെഡ് കോൺസ് റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.